നമസ്കാരം. നമ്മുടെ കർഷകരുടെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമാ യോജന അല്ലെങ്കിൽ വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ വിള ഇൻഷുറൻസ് പദ്ധതി 2025-26 സാമ്പത്തിക വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള തീരുമാനമുണ്ടായി. 4 കോടിയിലേറെ കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ പുതിയ വിഹിതം 69,515.71 കോടി രൂപയാക്കി ഉയർത്തിയതായിട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഈ തീരുമാനം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കർഷകരുടെ വിളകൾക്ക് ഇൻഷുറൻസ് നൽകാൻ കൂടുതൽ സാധ്യതയും സുരക്ഷയും ഒരുക്കും. സർക്കാർ ഫണ്ട് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി രൂപീകരിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. 824.77 കോടി രൂപ ചെലവിട്ട് എസ്ടെക്, വിൻസ് എന്നിങ്ങനെ സാങ്കേതിക സംരംഭങ്ങളെ സഹായിക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എസ്ടെക് എന്നത് റിമോട്ട് സെൻസിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കൃത്യമായ വിളവ് കണക്കാക്കുന്ന ഒരു പുതിയ സംരംഭമാണ്. കാലാവസ്ഥാ പ്രവചനവും നിരീക്ഷണവും കൂടുതൽ കൃത്യമായി ലഭ്യമാക്കുന്ന സംവിധാനമാണ് വിൻസ്. ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ കർഷകർക്ക് അവരുടെ കൃഷി മെച്ചപ്പെടുത്താനും ഇൻഷുറൻസ് ക്ലെയിമുകൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടത്താനും സഹായകമാകും. ഫസൽ ബീമാ യോജന പദ്ധതിയുടെ ഈ പുതിയ ഘട്ടം കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഓരോ കർഷകനും ഇനി ആശങ്കകളില്ലാതെ വരും കാലത്തെ നോക്കി മുന്നോട്ട് പോകാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.